ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മത്തങ്ങയും തൈരും ചേർത്തുണ്ടാക്കുന്ന ഈ കറി വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ ഉപയോഗിക്കുന്ന ഏത് എണ്ണയും ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് 2 ചെറിയ പച്ചമുളകും അറ്റം പിളർന്ന് ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ മാറി വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് വേപ്പിലയാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് വേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ ഒത്തിരി വറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയിലെ നനവ് കൊണ്ട് മസാലപ്പൊടികൾ നല്ലതുപോലെ കുക്കാകും. തക്കാളിയും മസാലപ്പൊടികളും ഒരുമിച്ച് കുക്കായി കിട്ടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. തക്കാളിയും മസാലപ്പൊടികളും നല്ലതുപോലെ കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പുളിക്കാത്ത തൈരാണ്. നല്ല കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതിയാകും. ഇനി മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. തൈര് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് മിക്സായി കിട്ടും. മസാല തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് തൈരെടുത്ത പാത്രത്തിൽ തന്നെ 3/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഗ്രേവി ഒന്ന് നല്ലതുപോലെ ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മത്തങ്ങയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ച് കൊടുക്കാം. കുക്കറിൽ വേവിച്ചാൽ വെന്തുടഞ്ഞു പോവും. ഇത് നമ്മൾക്ക് കറിയായി കിട്ടുമ്പോൾ കഷ്ണങ്ങളും വേണം. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ചേർത്തത്. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്കിത് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മത്തങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഈ സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്താൽ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. കറി വിളമ്പുമ്പോൾ ഇതിൽ മത്തങ്ങ കഷ്ണങ്ങളും ഉണ്ടാകും. ഇനി തൈരിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇതിലുപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ഇപ്പോൾ മത്തങ്ങ കേട് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. വളരെ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ ഇതൊരു കറി മാത്രം മതിയാകും. അപ്പം നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇത് ചൂടാക്കി ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് തിക്കാകും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണ്. വളരെ ഹെൽത്തിയുമായിട്ടുള്ള കറിയാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ മത്തങ്ങ കേട് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.